ടെർമിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി TOS ചേർന്ന ആധുനിക ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യകൾ ഈ തുറമുഖം കപ്പലുകളുടെ തിരികെ പോയ സമയം കുറച്ച് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ജോലിയായ CRMG ക്രെയിൻ ഓപ്പറേറ്ററായി സ്ത്രീകളെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളെ നിയമിച്ച് വിഴിഞ്ഞം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നു. IIT മദ്രാസും മാരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച AI, റഡാർ, സെൻസർ എന്നിവ ഉപയോഗിച്ച പുതിയ തലമുറ വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം VTMS കപ്പലുകളുടെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നു. പരീക്ഷണ പ്രവർത്തന വേളയിൽ തന്നെ മികച്ച പ്രകടനം തുറമുഖത്തിന് കാഴ്ചവെക്കാൻ കഴിയും. നേരിട്ട് 755-ലധികം തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ട്. 67% ജീവനക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ്. 35% പേർ വിഴിഞ്ഞം തദ്ദേശീയരും. തുറമുഖ വികസനം നാടിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ച കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നതിന്റെ തെളിവാണിത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കടൽ നികത്തിയെടുത്തിട്ടുണ്ട്. തുടക്കത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിവേഗത്തിലാണ് പുലിമൂട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2960 മീറ്ററിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ 2500 മീറ്ററോളം എക്രോപോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഔട്ടർ ഇന്നർ അപ്രോച്ച് ചാനൽ, ടേണിംഗ് പോക്കറ്റ്, ബെർത്ത് പോക്കറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ ആഴം കൈവരിച്ചിട്ടുണ്ട്. ബ്രേക്ക് വാട്ടർ കോർ ലെയർ പൂർത്തിയായി. ആർമർ ലെയർ, എക്രോപോഡ് ലെയർ, വേവ് വാൾ എന്നിവയടക്കം നിർമ്മാണങ്ങൾ പൂർത്തിയായി. തുറമുഖത്തെ കെട്ടിടങ്ങൾ, കണ്ടെയ്നർ ബെർത്ത്, കണ്ടെയ്നർ യാർഡ് എന്നിവ പൂർത്തീകരിച്ചു. 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ടഗ് ബോട്ട്, പൈലറ്റ് കം സർവേ വെസൽ എന്നിവ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് മുന്നോടിയായുള്ള എല്ലാ കേന്ദ്ര അനുമതികളും ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. റെയിൽ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കാൻ 2028 ഡിസംബർ വരെ സമയം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേയെ ഇതിന്റെ DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി. 10.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ട്. തുറമുഖത്തെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാതയുടെ 9.2 കിലോമീറ്ററും ടണൽ വഴിയാണ് കടന്നുപോകുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതടക്കം 1482.92 രൂപ ചെലവാകും. റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതുവരെ താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ കണ്ടെയ്നർ റെയിൽ ടെർമിനൽ സ്ഥാപിക്കാനുള്ള ചർച്ചകൾ റെയിൽവേയുമായി നടന്നുവരികയാണ്.